നമസ്കാരം, മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MQSന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും പ്രതീക്ഷിക്കുന്നു. വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും കൂടെ അമർത്താനായിട്ടൊന്ന് ശ്രമിക്കുക. അതോടൊപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. അപ്പോൾ ഈ ഒരു ചാർട്ടിനെ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ഞാനിവിടെ ഐ ബട്ടണിൽ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആദ്യമേ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ തെളിഞ്ഞു വരും. ആ വീഡിയോ നിങ്ങളൊന്ന് കാണുക, അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. പബ്ലിക് ടെലഗ്രാം ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഇതൊക്കെ മൊത്തത്തിലൊന്ന് അനലൈസ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്തതിന് ശേഷം ഈ ഒരു ചാർട്ട് പഠിച്ചാൽ നിങ്ങളുടെ ട്രേഡിങ്ങിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ ലോസൊക്കെ റിക്കവർ ചെയ്യാനുള്ള ഒരു ചാൻസ് ഈ ഒരു ചാർട്ട് പഠിച്ചാൽ കിട്ടും എന്നുള്ള തോന്നലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാർട്ട് റീഡിങ് പഠിക്കാം. പഠിക്കുന്നതിന് വേണ്ടി എന്നെ കോൺടാക്റ്റ് ചെയ്യാം. എൻ്റെ നമ്പറൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പബ്ലിക് ടെലഗ്രാം ചാനൽ നിങ്ങൾ മൊത്തത്തിൽ നോക്കുക. ഈ ഒരു ചാർട്ട് ഞാൻ മെജോറിറ്റി ആയിട്ട് യൂസ് ചെയ്യുന്നത് ഒരു എൻട്രി എക്സിറ്റ് ഈസി ആയിട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫോറക്സ്, കൊമോഡിറ്റി, ക്രിപ്റ്റോ ഏതിൽ വേണമെങ്കിലും വളരെ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് ഇവിടെ മേക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ നിരവധി ലൈവ് വീഡിയോസ് ഉണ്ട്. ഇതൊക്കെ ഉള്ളതാണോ സത്യമാണോ എന്നൊക്കെ നിങ്ങൾക്ക് അറിയണമല്ലോ. ഞാൻ പറയുന്നതല്ലല്ലോ പ്രധാനം. ഇപ്പോൾ ഞാനാണെങ്കിലും വേറെ ഏതൊരു വ്യക്തിയാണെങ്കിലും ഇപ്പോൾ സക്സസ് റേഷ്യോ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ എനിക്കെന്നും പ്രിയപ്പെട്ടതാണ്. അപ്പോൾ പലരും എന്നോട് ചോദിക്കാറുണ്ട്, നിങ്ങളുടെ ഈ ചാർട്ടിന് എത്ര ശതമാനം അക്യുറസി ഉണ്ട്? അയ്യോ, ഇത് അത്ര വർക്കൗട്ടല്ല, ഞാനിതൊരു രസത്തിന് ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ചാർട്ട് മേക്ക് ചെയ്തേക്കണേന്ന് ഒരിക്കലും ഇപ്പം മോശമാണെങ്കിലും പറയാൻ പറ്റില്ലല്ലോ. കാരണം ഞാൻ മേക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഞാൻ മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരു പ്രസ്ഥാനം എനിക്ക് സക്സസ് ആണെന്നേ പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ഒരു ഡൗട്ട് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റ് എടുത്തിട്ട് നിഫ്റ്റി ആണെങ്കിലും ഏതാണെങ്കിലും ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും ഒരുപാട് ലൈവ് വീഡിയോസ് അവൈലബിളാണ്. മാർക്കറ്റ് തീരുമ്പോൾ പറയുന്നതല്ല, ലൈവ് ടൈമിൽ വ്യൂ പറയാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട്. 100% അക്യുറസി എന്നൊന്നും ഒരിക്കലും ഞാൻ പറയില്ല. എന്നാലും ഏറെക്കുറെ പ്രശ്നങ്ങളൊന്നുമില്ല. അത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്, ഞാനല്ല പറയേണ്ടത്. പിന്നെ കുറേയൊക്കെ ഒരു ഈശ്വരാനുഗ്രഹം, ഒരിക്കലും എൻ്റെ കഴിവാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഈശ്വരാനുഗ്രഹം കുറച്ചല്ല കൂടുതലുണ്ടെങ്കിൽ മാത്രമാണ് ട്രേഡിൽ സക്സസ് ആവാൻ പറ്റുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്ന ആളാണ്. നമുക്ക് തോന്നലുണ്ടാവണമല്ലോ, ഒരു എൻട്രിയോ അല്ലെങ്കിൽ ഒരു എക്സിറ്റോ എടുക്കാനായിട്ട് നമുക്കൊരു തോന്നലുണ്ടാവണം. ആ തോന്നൽ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ വിരലിൻ്റെ അറ്റത്തേക്ക് തുമ്പത്തേക്ക് ചൂണ്ടുവിരലിൻ്റെ അറ്റത്തേക്ക് വരുമ്പോഴാണല്ലോ നമ്മളൊരു ബൈ ആൻഡ് സെല്ല് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ആ ഒരു ബൈ അല്ലെങ്കിൽ സെല്ലിൽ പ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിലും നമ്മുടെ മനസ്സിലൊരു തോന്നലുണ്ടാവണം. ആ തോന്നലുണ്ടാവണമെങ്കിൽ ഒരു ഈശ്വരാനുഗ്രഹം കൂടിയേ തീരൂ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഓരോരുത്തർക്കും ഓരോ വ്യക്തിപരമായിട്ടുള്ള കാഴ്ചപ്പാടുകളാണ്. എനിവേ, ഇൻട്രൊഡക്ഷൻ ഇത്രേ ഉള്ളൂ. അപ്പോൾ അതേപോലെ തന്നെ നിഫ്റ്റിയുടെ ലൈവ് വ്യൂ ഷെയർ ചെയ്യുന്നുണ്ട്. ഒരിക്കലും കോളോ ടിപ്പോ ഒന്നും ആരും പ്രതീക്ഷിച്ച് ലൈവിലേക്ക് വരാനായിട്ട് ശ്രമിക്കരുത്. ഒരു ടീം വർക്കാണ്, അല്ലെങ്കിൽ ഒരു മെൻറ്റർഷിപ്പ് പോലെ, അല്ലെങ്കിൽ നിങ്ങളെ ബാക്ക് സപ്പോർട്ട് ചെയ്യാൻ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ഡിസ്കഷൻ ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം മാത്രമാണ് ലൈവ്. ഒറ്റയ്ക്ക് ട്രേഡ് ചെയ്ത് ലോസ് വന്നവർ, രാവിലെ എടുത്തിട്ട് വൈകിട്ട് ലോസ് ആക്കുന്നവർ, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അതിൽ ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ ഇതൊക്കെയാണ് ലൈവിൽ ആർക്ക് വേണമെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റണം. ഞാൻ വ്യൂ ആണ് അനലൈസ് ചെയ്യുന്നത്, ഒരിക്കലും എടുക്കാനും വിൽക്കാനും പറയില്ല. വെറുതെ കിട്ടുന്ന പൈസ നിലനിൽക്കില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് ലൈവിലേക്കാണെങ്കിലും പഠിക്കാനാണെങ്കിലും നേരിട്ട് വിളിക്കുക എന്നുള്ള ആ ഒരു റിക്വസ്റ്റോട് കൂടി നമുക്ക് നമ്മുടെ വ്യൂവിലേക്ക് കിടക്കാം. മാർക്കറ്റ് നിൽക്കുന്നത് 24,000 എന്നുള്ള ലെവലിലാണ്. നമ്മൾ ഏകദേശമൊക്കെ പറഞ്ഞ ലെവൽ തന്നെയാണ് 24,000 എന്നുള്ളത്. ആ ലെവലിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ ഇനി മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ആണോ ഗ്യാപ്പ് ഡൗൺ ആണോ എന്നുള്ള കാര്യങ്ങളാണ്. നിലവിൽ മാർക്കറ്റ് ഡൗൺ സൈഡ് തന്നെയാണ് കീപ്പ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. 50 മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിമാണ്. തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസ് ആണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ 23,948 ഒരു കൺസോൾട്ടേഷൻ സോണാണ്. ഒരു ഗ്യാപ്പ് ഡൗൺ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഒരു 2-3 ക്യാൻഡിൽസ് കൺസോൾട്ടേഷൻ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ തിങ്കളാഴ്ച മെജോറിറ്റി രാവിലെ ഒരു സ്കാൽപ്പിംഗ് ആയിരിക്കും ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ ബെറ്റർ എന്നാണ് വിശ്വസിക്കുന്ന ഒരു രീതിയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കണേ. ബാക്കിയൊക്കെ ഓപ്പൺ ചെയ്യുമ്പോഴേ നമുക്കറിയാൻ പറ്റത്തുള്ളൂ എത്ര പോയിൻ്റാണ്
എവിടെയാണ് ഗ്യാപ്പ് അപ്പ് ആണോ ഗ്യാപ്പ് ഡൗൺ ആണോ എന്നൊന്നും പനിയായിരുന്നു, പനി അങ്ങ് മാറുന്നുള്ളൂ. അപ്പോൾ പ്രത്യേകിച്ച് പിന്നെ എൻ്റെ ഒരു വ്യൂ ഞാൻ ഉദ്ദേശിക്കുന്നത് 24,047 മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ ക്യാച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ വലിയ വ്യൂ ഒന്നുമല്ല, 24,133 വ്യൂ ആണ്. അതായിരിക്കും എൻ്റെ മുകളിലേക്കുള്ള ടാർഗറ്റ്. നേരെ മറിച്ച് താഴത്തേക്കാണെങ്കിൽ 23,948 കൺസോൾട്ടേഷൻ സോണാണെന്ന് പറഞ്ഞു. അവിടെ നിന്ന് ബ്രേക്ക് ചെയ്താൽ ഒരു സപ്പോർട്ട് എടുക്കാനുള്ള ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ 23,885 ഫസ്റ്റ് സപ്പോർട്ട്. അപ്പോൾ അത് നമുക്കൊരു ടാർഗറ്റായിട്ട് ആദ്യം ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ അവിടെ നിന്നും ഒരു ബ്രേക്ക് ഡൗൺ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ റൂട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നത് 23,746 അപ്പോൾ അതിനിടക്ക് മാർക്കറ്റ് എങ്ങനെയെങ്കിലും ഡൈവർജൻസ് ആവുമോ, കൺസോൾട്ടേഷൻ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോഴത്തെ മനോധർമ്മം പോലെയാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു ബ്ലൂ പ്രിൻ്റ് ഈ രീതിയിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഫ്യൂച്ചറിൻ്റെ കൂടെ നോക്കിയിട്ട് ഹയർ ടൈം ഫ്രെയിമിലേക്ക് പോകാം. ഫ്യൂച്ചറിൻ്റെ കേസിൽ നിലവിലുള്ള ആ ഒരു ലോ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ സപ്പോർട്ടിംഗ് സോൺ 24,050 അവിടെ നിന്നും ബ്രേക്ക് ചെയ്താൽ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു വ്യൂ 23,962 അവിടെ നിന്നും ഡൗൺ ആയാൽ 23,900. നേരെ മറിച്ച് നിൽക്കുന്ന ലെവല്, അതായത് 24,125 സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യണമെങ്കിൽ മാർക്കറ്റ് തിരിച്ച് 24,125 ആദ്യം അവിടെ നിന്നൊരു ബ്രേക്കൗട്ട് കിട്ടിക്കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് 24,225 അവിടെ നിന്ന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ 24,274 ഏകദേശം ഒരു 24,300 വരെയൊക്കെ പോകാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇതാണ് ഫ്യൂച്ചറിനെ ബേസ് ചെയ്ത് പറയാനുള്ളത്. നമ്മൾ വരച്ച ലൈൻ ഏകദേശം കറക്റ്റാണ്. ചെന്ന് ഇടിച്ച് നിൽക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ മൂവ്മെൻ്റ് ഉള്ളൊരു സ്ഥലത്താണ്. ആ രീതിയിലാണ് മാർക്കറ്റ് പോയിരിക്കുന്നത്. അവിടെ വോളിയൊക്കെ നിങ്ങൾക്ക് ആ ബോക്സിൽ കാണാം. 24,300 അവിടുത്തെ OI നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. കോളിൻ്റെയും പുട്ടിൻ്റെയും കാണാൻ പറ്റും. എന്തോരം ആൾക്കാർ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ടെന്ന്, വോളിയം എന്തോരം പേര് അവിടെ വോളിയം ചെയ്തു വെച്ചിട്ടുണ്ടെന്നൊക്കെ കാണാൻ പറ്റും. ഞാൻ ആ ബോക്സിലെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും നോക്കുന്നില്ല കേട്ടോ, ഞാൻ ജസ്റ്റ് നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അവിടെ നിന്നൊരു ബ്രേക്കൗട്ട് കിട്ടിക്കഴിഞ്ഞാലാണ് 25,000 മാർക്കറ്റ് മൂവ് ചെയ്യണത്. അപ്പോൾ ഇതൊക്കെയാണ് ഫ്യൂച്ചറിൻ്റെ ഒരു വ്യൂ എന്ന് വെച്ചാൽ. നമുക്കിനി ഡെയിലി ഒരു ക്യാൻഡിലേക്ക് പോവുകയാണെങ്കിൽ ഒരു പിൻബാറാണ് മാർക്കറ്റ് ഫോം ചെയ്തിരിക്കുന്നത്. ആ ഒരു പിൻബാർ അന്നത്തെ ഡേയുടെ ഹൈ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് ഇതൊരു റിവേഴ്സ്. എന്നെ സംബന്ധിച്ച് ഞാൻ ഓപ്പണായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരെ പിയിലേക്കോ അല്ലെങ്കിൽ ഫ്യൂച്ചർ സെല്ലിലേക്കോ പോകുന്ന ഒരാളാണ്. ആ ഒരു പിൻബാർ മാർക്കറ്റിൻ്റെ ഓപ്പൺ, ആ ഒരു പിൻബാറിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് 25,000 25,000 ഒരു മൂവ്മെൻറ്റ് അടുത്ത ദിവസങ്ങൾ വരുള്ളൂ. ആ പിൻബാർ ഒരു റിവേഴ്സ് സൈനായിട്ട് ഫോം ചെയ്താൽ മാർക്കറ്റ് തിരിച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 4 ദിവസത്തെ അപ്പിന് ശേഷം ഒന്ന് സ്ട്രഗിൾ ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ആ മാർക്കറ്റ് താഴത്തോട്ട് വന്നാൽ വീണ്ടും 23,409 SMA ഒക്കെ വരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. നമ്മൾ പറഞ്ഞ ഓൾമോസ്റ്റ് എല്ലാ ടാർഗറ്റും ഒക്കെ ഓൾറെഡി റീച്ച് ചെയ്തിട്ട് അതിൻ്റെ മുകളിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് തന്നെ. വൺ ഡേയിലൊരു കർവിനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതൊന്നും കൂടെ ഒന്ന് നമുക്ക് ഉറപ്പിക്കാൻ ഒരു 4 മണിക്കൂറിൻ്റെ കൂടെ നോക്കണം. അവിടെയും ഒരു പിൻബാർ ഫോം ചെയ്തിട്ട് രണ്ടാമത്തെ പിൻബാർ കൺസോൾട്ടേഷൻ സോണിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഒരു ഹയർ ടൈം ഫ്രെയിമിൽ അടുത്ത ദിവസത്തെ മൂവ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റാണ്. അതായത് ഈ പിൻബാറിൻ്റെ ഹൈയോ ലോവോ ബ്രേക്ക് ചെയ്യുന്നതനുസരിച്ചിട്ടിരിക്കും അടുത്ത മൂവ്മെൻറ്റ് വരാനായിട്ടുള്ള പോസിബിലിറ്റി എന്ന് ആണ് എൻ്റേതായിട്ടുള്ള ഒരു വ്യൂവിൽ ഞാൻ മനസ്സിലാക്കുന്നത്. വീക്കിലി ക്യാൻഡിലാണെങ്കിലും എന്താണ് നിലവിൽ കാണുന്നത്, വീക്കിലി ക്യാൻഡിൽ നോക്കുമ്പോൾ 24,270.75 ഒരു ടച്ച് ചെയ്യാനായിട്ട് മിച്ചം കിടപ്പുണ്ട്. അപ്പോൾ ആ സ്പേസ് ഫില്ല് ചെയ്യാനായിട്ട് നിലവിലുള്ള ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫില്ല് ചെയ്യാനായിട്ട് മുകളിലോട്ട് പോകും. അപ്പോൾ നാളത്തെ ഒരു ദിവസം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ദിവസമാണ്. ഹൈ ബ്രേക്ക് ചെയ്തിട്ടാണോ ഒക്കെ പോകണമെന്നുള്ളത് നാളെ നമുക്ക് നോക്കാം. വീക്കിലി ക്യാൻഡിലും ഹൈയിലേക്ക് മാർക്കറ്റ് കർവ് ചെയ്തിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. വീക്കിലി ക്യാൻഡിലും കഴിഞ്ഞ ആഴ്ച ഒരു ലോ ഒക്കെ വന്നിട്ട് എന്ത് ക്ലിയർ കട്ടായിട്ടാണ് ഒരു സപ്പോർട്ട് എടുത്തിട്ടൊക്കെ തിരിച്ചു പോയെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്.
അപ്പോൾ എന്തായാലും മാർക്കറ്റ് കറങ്ങി തിരിഞ്ഞൊക്കെ വരട്ടെ. ഇതൊക്കെയാണ് മൊത്തത്തിലുള്ള ഒരു വ്യൂ. ഇപ്പോൾ വീക്കിലി ക്യാൻഡിലിൽ ഹൈ ആണെന്നും വെച്ചുകൊണ്ട് എല്ലാ വീക്കിലെ ക്യാൻഡിലും ഗ്രീൻ ആവണമെന്നില്ല കേട്ടോ. അതിനിടയ്ക്ക് റെഡൊക്കെ വരും, കൺസോൾട്ടേഷൻ വരാൻ ലോവിലേക്കൊക്കെ പോയിട്ടേ പോരുള്ളൂ. ഒരു ഹൈ ട്രെൻഡിലേക്കാണ് മാർക്കറ്റ് കണ്ണുനട്ടിരിക്കുന്നതെന്ന് മാത്രമാണ് ഞാൻ അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് സിയിലാണെങ്കിൽ ഏതൊരു സ്ട്രൈക്കാണ് സെലക്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 23,800 സ്ട്രൈക്ക് കുഴപ്പമില്ല, 23,900 കുഴപ്പമില്ല, 24,000 കുഴപ്പമില്ല, പിന്നെ 24,100 സിയിൽ സെലക്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രൈക്കുകൾ. പിയിൽ 24,200 സ്ട്രൈക്ക്, 24,100 സ്ട്രൈക്ക്, 24,000 സ്ട്രൈക്ക്, 23,800, 23,700 സ്ട്രൈക്കൊക്കെ വലിയ പ്രശ്നങ്ങളില്ലാത്ത സ്ട്രൈക്കുകളാണ്. അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി തിങ്കളാഴ്ചത്തേക്കുള്ളൊരു വ്യൂ എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ നമ്മളുടെ ഈ മാസത്തെ ലൈവ് നാളെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ജൂലൈ മാസത്തെ കഴിഞ്ഞ ഒരു മാസം എല്ലാവരും നല്ല രീതിയിലൊക്കെ പെർഫോം ചെയ്തൊരു മാസമാണ്. അപ്പോൾ തുടർന്നും ഈ മാസത്തെ ലൈവിലേക്ക് 21 പേരാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ബാച്ചിലേക്ക്. പക്ഷെ അത്രയൊന്നും വരാറൊന്നുമില്ല കേട്ടോ, ഉള്ള കാര്യം പറയണമല്ലോ. ഞാൻ വലിയ സെറ്റപ്പാണ്, എൻ്റെ കൂടെ ഒരുപാട് ആൾക്കാരുണ്ട്, അങ്ങനെയൊന്നുമില്ല. മിനിമം ഒരു 8-10 പേരെയൊക്കെയാണ് ലൈവിൽ ഉണ്ടാവാറുള്ളൂ. കാരണം ഒന്നാമത്തെ കേസ് ഞാൻ കോള് കൊടുക്കുന്നതല്ലാത്തതുകൊണ്ട്, ഈ കോള് കൊടുക്കുന്നവരെയാണല്ലോ ആളുകൾക്ക് താല്പര്യം. എന്ന് വെച്ചാൽ കൈ നനയാതെ മീൻ പിടിക്കുക, വെറുതെ പൈസ ഉണ്ടാക്കുക, അങ്ങനെയൊക്കെ ഉള്ള ആളുകളാണ് എനിക്ക് തോന്നുന്നത് മലയാളികൾ കൂടുതലെന്ന് തോന്നുന്നത്. അപ്പോൾ അതൊന്നും അത്ര വലിയ ഈ പറഞ്ഞ പോലെ സക്സസ് ആവില്ല. എങ്കിലും ഒരു ബേസിക് നോളജ് ഉണ്ടാക്കാൻ ശ്രമിച്ചില്ല എന്നുണ്ടെങ്കിൽ എത്ര കോൾ എടുത്തിട്ടും കാര്യമില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ്. കോൾ എടുക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. ഈ ഓഫീസിൽ പോകുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഒരു മെസ്സേജ് വന്നിട്ട് നോക്കിയിട്ട് കോൾ എടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. എല്ലാവരും ഫുൾ ടൈം ട്രേഡേഴ്സ് ഒന്നുമല്ല. കോൾ എടുക്കുന്നതുകൊണ്ട് തെറ്റല്ല, പക്ഷേ അത് എന്ത് പർപ്പസിലാണ്, അത് ഞാൻ എടുക്കണോ വേണ്ടയോ എന്നുള്ളൊരു ബേസിക് നോളജ് ഒന്നും ഇല്ലാതെയാണ് മെജോറിറ്റി ആൾക്കാരും വേണ്ട. ഞാൻ കൂടുതലൊന്നും കത്തിവെച്ച് പോകുന്നില്ല. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ സീരീസ് തന്നെ ചെയ്യാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ അതൊക്കെ പറഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ ഇനി ഇതൊക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ആഴ്ച നല്ല രീതിയിലുള്ളൊരു പ്രോഫിറ്റ് വീക്ക് ആവട്ടെ, നല്ല രീതിയിൽ ട്രേഡ് എടുക്കാനായിട്ട് സാധിക്കട്ടെ. അതേപോലെ തന്നെ വീഡിയോ കാണുന്നവരാണെങ്കിലും ലൈവ് ആണെങ്കിലും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കാണാനായിട്ട് ശ്രമിക്കുക. ട്രേഡിങ്ങിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും, ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന എല്ലാവർക്കും വീഡിയോസ് നല്ല രീതിയിൽ പ്രയോജനപ്പെടുന്നുണ്ട് എന്നുള്ളത് എനിക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കും. കാരണം 1 വർഷം കഴിഞ്ഞു, 1.5 വർഷമായി നമ്മളിപ്പോൾ ഈ ഒരു വ്യൂവും ലൈവൊക്കെ ആയിട്ട് പോകുന്നു. അപ്പം അതുകൊണ്ട് നല്ല രീതിയിൽ മറ്റുള്ളവർക്കൊരു വ്യൂ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിച്ചതിൽ അതിയായ സന്തോഷം എല്ലാവരോടും പങ്കിട്ടുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ ഒരാഴ്ച ആശംസകൾ നേരുന്നു. ലോസ് കുറക്കാനായിട്ട് സാധിക്കട്ടെ, സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ, ഓവർ ട്രേഡ്, റിവഞ്ച് ട്രേഡ് കുറക്കാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഓൾ ദി ബെസ്റ്റ്.